മലയാളികൾ ഒന്നടങ്കം സത്യം പറഞ്ഞ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള നടൻ, അതുപോലെ തന്നെ എഴുത്തുകാരൻ, അങ്ങനെ എല്ലാമായ ശ്രീനിവാസൻ അന്തരിച്ച ദിവസമാണെന്ന്. അപ്പം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് പറഞ്ഞു വന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു അഭിനേതാവായിട്ടാണെങ്കിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരാളാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ആൾ. അദ്ദേഹമാണെങ്കിൽ ഒരു സാധാരണ ഒരു കുടുംബത്തിലാണെങ്കിൽ ഒരു നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു ലൈഫൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ജീവിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതുപോലെ ഒരു സമയത്ത് എങ്ങനെയാണ് അദ്ദേഹം എഴുത്തിലോട്ട് വന്നതെന്നുള്ളത് ഇത് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഡയറക്ടർ സത്യൻ അന്തിക്കാടിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു സിനിമയ്ക്ക് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ സത്യൻ അന്തിക്കാട് പറയാണ്, തനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ താൻ ഇത് റൈറ്ററായിട്ട് നിന്ന് ഇതിൻ്റെ കഥയൊന്ന് എഴുതി തരണം. അപ്പം ഈ പടത്തിന് കഥയില്ലേന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞ കഥയില്ലെന്ന്. അപ്പം ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മുടെ ശ്രീനിവാസനാണെങ്കിൽ കഥ എഴുതിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അഭിനയിപ്പിക്കത്തില്ല എന്നും പറഞ്ഞ് ആണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നത്. അങ്ങനെ ആ ഒരു സിനിമ വലിയ വിജയമായി മാറുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് മനസ്സിലാക്കി അത് കൂടുതൽ മൂർച്ചയേകി അത് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ കൂടെ ആണെങ്കിൽ ഒത്തിരി നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ളൊരു നല്ലൊരു റൈറ്ററും കൂടാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നമ്മളുടെ ശ്രീനേട്ടൻ. അദ്ദേഹം 225ഓളം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും അതേപോലെ തന്നെ 2 സിനിമകൾ സംവിധാനം ചെയ്യുകയും 54ഓളം ചിത്രങ്ങൾക്ക് കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു സോഷ്യൽ ഇഷ്യൂ ബേസ് ചെയ്തിട്ട് വന്ന ഒരു സിനിമ എന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു സിനിമയ്ക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിയത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലൊരു വലിയൊരു നാഴികക്കല്ലായിരുന്നു ആ ഒരു സിനിമയും. അതേപോലെ അദ്ദേഹത്തിന് 7 സംസ്ഥാന ചലച്ചിത്ര അവാർഡും കിട്ടിയിട്ടുണ്ട്. ആ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വരുന്ന സിനിമകളിലും ഈ ചിന്താവിഷ്ടയ ശ്യാമള, അതേപോലെ തന്നെ സന്ദേശം, മഴയത്തും മുമ്പേ പോലെയുള്ള സിനിമകൾ ഏകദേശം 7 സിനിമകളുണ്ടായിരുന്നു അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയ സിനിമകൾ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ലിസ്റ്റ്, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിവിടെങ്ങും തീരില്ല. അത്രത്തോളം വലിയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് തന്നെ. പിന്നെ ഒരു മനുഷ്യനെന്ന നിലയ്ക്കും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് എന്ത് ഫീലിങ്സും തോന്നുന്നില്ല, അല്ലെ അവർക്ക് എന്ത് തോന്നും എന്ന് തോന്നാതെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റാണെന്ന് പറഞ്ഞ് എന്തൊരു കാര്യം വെട്ടിത്തന്നു പറയുന്നൊരു പ്രകൃതമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. നല്ല രീതിക്ക് സമ്പാദിക്കുകയും അതേപോലെ തന്നെ നല്ല രീതിക്ക് അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർ തന്നെ പിണങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്ക് പേഴ്സണലി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊക്കെ പണ്ട് കൈരളി TV ഒക്കെ കാണുന്ന സമയത്താണെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ശ്രീനിയേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ അതൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. പണ്ട് കണ്ടതിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് അതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ ഇരുന്നൊന്ന് കാണുമായിരുന്നു. അത് കാണുമ്പം ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ടുള്ള സംഭവം നമുക്ക് ഫീൽ ചെയ്യും. അദ്ദേഹത്തിനെ ആൾക്കാർ കളിയാക്കിയത് പോലും വളരെ തമാശയ്ക്കുള്ള രീതിയിലാണ് പറയുന്നത്. അത് കേട്ടിരിക്കാൻ തന്നെ നമുക്കൊരു രസമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്നത് കേൾക്കാനും കാര്യങ്ങളും എല്ലാം കേൾക്കാൻ നല്ല രസമുള്ളൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. നല്ല അറിവുള്ളൊരു മനുഷ്യനുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഈ സിനിമയിലെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിക്ക് തന്നെ ഒരു നോളജ് ഉണ്ടായിരുന്നു. ഒരു പുതുമുഖ സംവിധായകൻ വന്ന് ഒരു കഥ പറയുമ്പോൾ ഈ കഥയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതെന്ന് അവർ ചോദിക്കുമ്പം അതിന് ഉത്തരം നൽകാൻ ആ ഒരു പുതുമുഖ സംവിധായകനെ പറ്റിയെങ്കിൽ മാത്രമേ അദ്ദേഹം ആളായിട്ട് വർക്ക് ചെയ്യുള്ളായിരുന്നു. അപ്പോൾ താൻ ചെയ്യുന്ന സിനിമകൾ അത്രയും നല്ല സിനിമകളാകണമെന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു ആളായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. എനിക്ക് അദ്ദേഹം എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് സന്ദേശമാണ്. കാരണം സന്ദേശം എന്നുള്ള സിനിമയ്ക്ക് ഒരിക്കലും ആ ഒരു സിനിമ ഒരാൾക്ക് മടുക്കില്ല. ഓരോ വർഷം കഴിയും തോറും, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ ഇനി കഴിഞ്ഞാലും അത് ഇങ്ങനെ അവിടെ തന്നെ കാണും. അതിന് മാത്രമായിട്ടുള്ളൊരു മലയാള സിനിമയ്ക്കൊരു സ്ഥാനമുണ്ട്. ആ പടം പറയുന്നൊരാശയം, ആ പടം പറയുന്നൊരു രാഷ്ട്രീയം, എല്ലാത്തിനും ഒരു പവറുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം അതിൽ പറയുന്ന പല കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങളാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും നല്ല രീതിക്ക് തന്നെ അദ്ദേഹമാണെങ്കിൽ ഹാസ്യപരമായിട്ടാണ് അത് കൈകാര്യം ചെയ്തെങ്കിലും
ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും അവർക്ക് പോലും അത് ചിരിച്ചുകൊണ്ടേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ജീനിയസ് ആയിട്ടുള്ള റൈറ്ററിൻ്റെ കഴിവെന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു സമയത്ത് നല്ല രീതിക്ക് തന്നെ സിനിമയിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നായിരുന്നു. സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ വഷളാവുകയും പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരികയും ശാരീരികപരമായിട്ടും ആരോഗ്യമൊക്കെ ഒന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നൊരു ബ്രേക്ക് എടുത്ത് അദ്ദേഹം റിക്കവർ ചെയ്ത് തിരിച്ചു വരാനുള്ളൊരു ഇതിലേക്ക് വരുമായിരുന്നു. അന്നേരമാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം സംഭവിച്ചത്. എന്തായാലും മലയാള സിനിമയ്ക്ക് തീരാൻ നഷ്ടം തന്നെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, റൈറ്റർ, ഓൾ ഇൻ ഓൾ. ശ്രീനിവാസൻ്റെയും ലാലേട്ടൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ദാസൻ വിജയൻ കോമ്പിനേഷൻ നമ്മളെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കോമ്പിനേഷനാണ്. നമ്മുടെ കൊച്ചിലെ മുതൽ നമ്മളത് കണ്ട് അവർ ഇങ്ങനെ രണ്ടുപേരുണ്ട്, ഈ ശരിക്കുമുള്ള ആൾക്കാരാണ് നമ്മൾ വിചാരിച്ചു പോയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വന്ന ചിത്രങ്ങൾ നമുക്ക് ഇപ്പോഴും നമ്മൾ ടി വി കാണുമ്പോൾ ഇത് നമ്മൾ പണ്ട് കൊച്ചിലെ കളിച്ച് വളർന്ന കാലഘട്ടമായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിക്കത്തെ ഒരു ചുറ്റുപാടും ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലൊരു പ്രശ്നം. അപ്പം നമ്മൾ ശരിക്കും ആ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ കാഴ്ചക്കാരെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഇത്രയും മനോഹരമാക്കിയ നമ്മുടെ ശ്രീനിവാസൻ ഇപ്പം അദ്ദേഹം ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വിഷമം തന്നെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സമയമാകുമ്പോൾ പോയേ പറ്റത്തുള്ളൂ. എന്തായാലും അദ്ദേഹം പോയാലും അദ്ദേഹം ചെയ്തു വെച്ച വർക്കുകൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിനൊരു കുറവും കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ശ്രീനിവാസൻ എഴുതിയ സിനിമയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു കോമഡിയനായിട്ടും ഒരു പെർഫോമറായിട്ടും അദ്ദേഹം ചെയ്തത് ഏത് സിനിമയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.